സാറേ കട്ടൻ കുടിച്ചായിരുന്നോ? വേണ്ട വേണ്ട വേണ്ട. ഇരിക്കും. അല്ല ഇന്നലെയും കൂടി കണ്ടുള്ളൂ. അവൻ നല്ല മനുഷ്യനായിരുന്നു. പെങ്ങളുടെ അടുത്ത് വന്നു മുമ്പ് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച. അല്ല അവൻ ആരെ കണ്ടാലും സംസാരിച്ചിട്ട് പോകും. അങ്ങനെ ഒരു നല്ല സ്വഭാവക്കാരനായിരുന്നേ. എല്ലാവരും അറിയിച്ചു. ഞാൻ വിളിച്ചോണ്ടിരിക്കുക. സാർ ഇരിക്കണേ സാറേ, ഞാൻ ഒന്ന് ഇന്ന് ഏർപ്പാട് ചെയ്തു. എന്ത് സംഭവിച്ചാണ്? മരിച്ചാണ്. അത് മനസ്സിലായി. എന്തോന്ന് മരിച്ചാന്ന് ചോദിച്ചത്? നെഞ്ചുവേദനയാണെന്നാ പറഞ്ഞത്. ഒന്നാമത്തേനാ? എന്ത് മരിപ്പാ? അറ്റാക്ക്. അത് പുള്ളിനെ കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഒന്നും മിണ്ടായിരിക്കും സാറ്. അല്ല എന്തായാലും ആള് ഭാഗ്യം ചെയ്ത മനുഷ്യനാട്ടോ. അളിയന്റെ തമാശ കേട്ട് ചിരിച്ചിരിച്ചല്ലേ പോയത്. ഭാഗ്യം ചെയ്യണം. രതീഷേ, നമ്മുടെ സത്യശീലൻ്റെ അളിയനുണ്ടല്ലോ ശീതളൻ, ആള് മരിച്ചു പോയേ. മുഹൂർത്തോ? എടാ മരിച്ചു മരിച്ചു പോയി. ഹലോ എന്നൊക്കെ പറയാൻ നിൽക്കണേ. ഇല്ലേ എന്താ മരിച്ച വീടല്ലേ? ഈ പിള്ളേർ കിടന്ന് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് അവർക്ക് 2 ഫുള്ള് കൊടുക്കണ്ടേ? അതെ, ആദ്യം ഇവിടുത്തെ ചടങ്ങൊക്കെ ഒന്ന് കഴിയട്ടെ. നമുക്ക് സത്യശീലനോട് പറഞ്ഞ് ഏർപ്പാടുണ്ടാക്കാം. നിങ്ങൾ പോയി അത് ചെയ്യാൻ കേട്ടോ. മറക്കരുത്. അത് ചെയ്ത് കൊടുക്കാൻ കൊടുക്കും. ഹലോ എന്താ അളിയാ? എന്താ പന്തല് റീത്തൊക്കെ? ശ്യാമള നിനക്കൊന്നും പറ്റിയില്ലേ? എന്താ സംഭവം? സത്യശീലന്റെ അളിയല്ലേ ശീതളൻ, അയാള് മരിച്ചു. ഞാനോ? എപ്പോ? അല്ല ഇനി അറിയണ്. ഇയാളാണോ ശീതളൻ? ആയിരിക്കും. ശീതള ഒഴിച്ചു പോയി. ശീതള നീ വരണേ. ഇതെന്താ സംഭവം? ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരെ റീത്തായിട്ട് വന്നല്ലോ. നീ മരിച്ചു പറഞ്ഞേ? ആര്? ഞാനാ? ആര് പറഞ്ഞേ? അളിയാ മരിച്ചു ഞാൻ പറഞ്ഞോട്. എപ്പോ പറഞ്ഞു? ഞാൻ വിളിച്ചപ്പോഴത്തേനും പറഞ്ഞില്ലേ തീർന്നു പോയിന്ന് പറഞ്ഞില്ലേ? തലക്കം തന്നാലുണ്ടല്ലോ എടി, അത് പോക്കറ്റിലെ പൈസ എല്ലാം തീർന്നു പോയി പറഞ്ഞാണ്. ഞാൻ വിളിച്ചപ്പോ കഴിഞ്ഞു പറഞ്ഞതോ? എന്റെ ചങ്ങായിയെ അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഞങ്ങൾ ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങാണ്ട് പറഞ്ഞതല്ലേ. എന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയപ്പോ തന്നെ ഞാൻ തീർന്നു എന്ന് നിങ്ങൾ തീരുമാനിച്ചൂലേ? ആരാ നിന്നോട് പന്തലിടാൻ പറഞ്ഞു? ഇവിടെ ആരാ പന്തലിടാൻ പറഞ്ഞേ? പൂവാമത്തെ നീ സദ്യ എടുത്തിട്ട് പോയാ നീ എന്നോട് ചാടി കടിച്ചിട്ട് എന്താണ് കാര്യം? എന്റെ ഫോൺ കണക്ഷന്റെ കുഴപ്പമാണ്. വിളിച്ചാ കിട്ടുവോ? എനിക്ക് കിട്ടിയാൽ തന്നെ പകുതിയല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു ഫോൺ കണക്ഷൻ കാരണം സ്വന്തം മരണത്തിന്റെ പന്തലിടണ കാണാൻ പറ്റി. എന്നാലും മറിമായം